ഡോക്ടറെ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അക്കാൻഡോസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് അഡ്വൈസ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാണ്ട് മൂത്രം ലീക്ക് ആവുന്നു എന്ന് പറയും. അപ്പോൾ അതെന്താണ്, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഇത് ശരിക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും പല ലേഡീസും അത് പറയാണ്ടിരിക്കുന്നു. കാരണം അവർക്കുള്ളൊരു ധാരണ ഇത് നോർമലാണ്, ഡെലിവറി കഴിയുമ്പോൾ നോർമലാണ്, എല്ലാവർക്കും വരുന്നതാണ്, അവർ പറയത്തില്ല. പക്ഷെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, സർജറി അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാം ഇപ്പോൾ വന്ന് ഇതിനെക്കുറിച്ച് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡെലിവറി കഴിയുമ്പം ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ലൂസ് ആകുന്നു, ലാക്സ് ആകുന്നു. അപ്പോൾ ഈ മൂത്രനാളിക്കും മൂത്രസഞ്ചിക്കും ചുറ്റുമുള്ള ലിഗമെന്റ്സും മസിൽസും ലൂസായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് അത് പിടിച്ചു വെക്കുന്ന ഒരു സ്പിൻഡർ ഉണ്ട്. അത് ലൂസ് ആകുമ്പോൾ അത് ഹോൾഡ് ചെയ്ത് ഇരിക്കണില്ല. അപ്പോൾ ചെറിയ പ്രഷറൊക്കെ വരുമ്പോഴത്തേനും ഡ്രിബിൾ ചെയ്ത് തുടങ്ങുന്നു, ലീക്കായി തുടങ്ങുന്നു. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും വെയിറ്റ് എടുക്കുമ്പോഴും ഒക്കെ ഇത് കാണാറുണ്ട്. ഇത് മെയിനായിട്ടും കാണുന്നത് എപ്പോഴാണ്? ഒന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിന്, പിന്നെ ഉണ്ടാവുന്നതാണ് മെനോപോസ് കഴിഞ്ഞ ലേഡീസിന്. അവർക്കും ഈ ഇസ്ട്രോജൻ കുറഞ്ഞു വരുമ്പോഴത്തേനും ഇതേപോലെ തന്നെ മസിൽസ് വീക്കെൻഡ് ആവുന്നു. അപ്പോഴും ഇതേപോലത്തെ യൂറിനറി ഇൻകോണ്ടിനൻസ് വരുന്നുണ്ട്. പിന്നെ ഉണ്ടാവുന്ന അടിക്കടി ഇൻഫെക്ഷൻസ് ഉണ്ടാവുമ്പോൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് വരുന്നത്. ഇതിന് കീഗൽസ് എക്സസൈസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മിക്കവർക്കും അത് ചെയ്യാനൊരു മടിയാണ്, എത്ര റെപ്പറ്റീഷൻ ഡെയിലി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതല്ലാതെ മറ്റെന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഈവൻ സർജറി അല്ലാണ്ട്? കാരണം അത്ര ഒരു പെയിൻഫുൾ പ്രൊസീജിയറോട് പോയിട്ട് വന്നിട്ട് പിന്നെ ഒരു സർജറി ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മറ്റെന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിത് മാനേജ് ചെയ്യാമെന്ന് പറയുമ്പോൾ? ഡോക്ടർ പറഞ്ഞ 2 പോയിന്റ്സ് ആണ്. ഒന്ന്, കീഗൽസ് എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. മിനിമം 3 months ഡെയിലി അത് ഓർത്തോർത്ത് ചെയ്യണം. അതാണ് അതിന്റെ ഇഫക്റ്റ് കുറയാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ഡെലിവറി എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു പ്രൊസീജിയറൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സർജറി എന്നൊന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു മടിയാണ്. അതിനാണ് നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് മെയിനായിട്ട് നമ്മൾ ലേസറാണ് യൂസ് ചെയ്യുന്നത്. ലേസർ നമുക്ക് ഈ കോളജനെ ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോഴും ഈ മസിൽസിനും പേശികൾക്കും ബലം കൂടുന്നു. അതേപോലെ വേറൊരു ട്രീറ്റ്മെന്റ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇത് നമ്മുടെ സ്വന്തം ബ്ലഡിൽ നിന്ന് തന്നെ എടുത്ത് ഇൻജെക്ട് ചെയ്യുന്നു. അപ്പോഴും ഈ കൊളജൻ ഉണ്ടായി വന്നിട്ട് ഈ ഇതിന് ചുറ്റും, അതായത് നമ്മുടെ മൂത്രനാളിക്കും മൂത്രസഞ്ചിക്കും ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻഡ് ആവുന്നു. അങ്ങനെ ഈ സിംറ്റംസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ പിന്നെയുള്ളതാണ് നമുക്ക് എംസെല്ല ചെയർസ്. ഇതിൽ ഈ കീഗൽസ് എക്സസൈസിന്റെ അതേ പ്രൊസീജിയറാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ½ an hour നമ്മൾ ആ ചെയർ യൂസ് ചെയ്യുമ്പോൾ ഒരു 10,000 കീഗൽസ് എക്സസൈസ് ആണ് കിട്ടുന്നത്. അതായത് ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് അത് ടോൺഡ് ആയി വരുന്നത്. അപ്പോൾ മസിൽ ടോണിങ്ങും നടക്കും. അങ്ങനെ നമുക്കൊരു മൾട്ടിപ്പിൾ സെഷൻസ് വേണം, എന്നാൽ പോലും നമുക്ക് നല്ല റിസൾട്ട്സ് ഇതിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മടി വിചാരിക്കേണ്ട, അടുത്തുള്ള കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ ഉടൻ തന്നെ സമീപിക്കുക.